ഞാനാണ് ദി കിങ് മനാസേ. വെറും 12-ാം വയസ്സിൽ രാജാവായ ഞാനാണ് യഹൂദ മുഴുവൻ ഭരിച്ചിരുന്നത്. രാജാവാണെന്ന് എന്നെ പരിചയപ്പെടുത്തുന്നതിനേക്കാളും എനിക്കിഷ്ടം ഞാനും ഒരു പാപിയാണെന്ന് എന്നെ പരിചയപ്പെടുത്തുന്നതാണ്. കാരണം ഞാൻ ചെയ്ത ആ പാപങ്ങളുടെ റേഞ്ച് അറിഞ്ഞാലേ ദൈവം എന്നോട് കാണിച്ച കരുണയുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. വഴിതെറ്റിയ ചിന്തകളും ജീവിതവുമായിരുന്നു എൻ്റെത്. രാജ്യം മുഴുവൻ ബാലിന്റെയും അഷേരയുടെയും വിഗ്രഹങ്ങൾ ഞാൻ നിറച്ചു. എന്റെ അപ്പനായ ഹെസക്കിയ നശിപ്പിച്ച സകല വിഗ്രഹങ്ങളും ഞാൻ തിരികെ കൊണ്ടുവന്നു. പോരാത്തതിന് ദേവാലയത്തിൽ വരെ ഞാൻ അക്ഷേര പ്രതിഷ്ഠ നടത്തുകയും ഞാൻ എൻ്റെ മക്കളെ പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം എന്തിനെയൊക്കെ വെറുത്തോ അതൊക്കെ എനിക്ക് വലിയ ഹരമായിരുന്നു. ദൈവം എന്നോട് പലതവണ പ്രവാചകന്മാരിലൂടെ സംസാരിക്കാൻ നോക്കി, പക്ഷേ ഞാൻ പുച്ഛിച്ചു തള്ളി. ഒടുവിൽ അസീറിയൻ സൈന്യം വന്നു, ബന്ധിച്ച് എന്നെ അടിമയാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ വേദനയും ഏകാന്തതയും ചങ്ങലകളും എനിക്ക് ദൈവസ്നേഹത്തിന്റെ തിരിച്ചറിന്റെ വെളിച്ചമായിരുന്നു. പൊറുക്കാനായി ഒരു സാധ്യതയില്ലാത്ത എന്നോട് ദൈവം ക്ഷമിച്ചു. ക്ഷമിക്കുക മാത്രമല്ല, വീണ്ടും എനിക്ക് ജെറുസലേം തിരിച്ചു തന്നു. കുമ്പസാരം ഉഡായിപ്പാണെന്നും എനിക്കതിൽ വിശ്വാസമില്ല എന്നും സഭവർഷത്തിൽ ഒരിക്കലാണ് കുമ്പസാരം റെക്കമെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവസരം നഷ്ടപ്പെടുത്തുന്നതിനെ ഓർത്ത് ഒരിക്കൽ നിങ്ങൾ കരയും. കുമ്പസാരത്തിലൂടെ ഫ്രീ ആയിട്ട് ദൈവം തരുന്ന പാമോചനത്തിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ അവഗണനയെ ഓർത്ത് നെഞ്ചുപൊട്ടിക്കരയും. കാരണം യേശയ്യാ പുസ്തകം 30-ാം അധ്യായം 18-ാം വാക്യം, നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. വൈകിട്ടില്ലേട്ടാ മക്കളെ, ഹി ഈസ് സ്റ്റിൽ വെയിറ്റിംഗ്.